ഇന്നത്തെ നമ്മുടെ വീഡിയോ അരമണിക്കൂർ കൊണ്ട് നല്ലൊരു പാൽപ്പായസം തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നാണ്. ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല വൃത്തിയുള്ളൊരു കുക്കറാണ്. ഇനി ഒരു കുക്കർ അടപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1.5 ലിറ്റർ പാൽ ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കണം. 1 ലിറ്റർ പാലിന് 1 ഗ്ലാസ് പഞ്ചസാരയാണ് കറക്റ്റ് ആയിട്ടുള്ള അളവ്. അതുപോലെ നമുക്കിതിലേക്ക് ആവശ്യമായ അരി 1 പിടി അരിയാണ്. ഞാനിവിടെ 1.5 പിടി അരി എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 1.5 ലിറ്റർ പാലും എടുത്തിട്ടുള്ളത്. നേരത്തെ തന്നെ അരി ഒന്ന് കഴുകി വെള്ളം എല്ലാം ഊറ്റി വെച്ചിരിക്കുവാണ്. അങ്ങനെ നമ്മുടെ പാൽ ഇവിടെ നല്ല പോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ഗ്ലാസ് പഞ്ചസാര കൂടെ ചേർക്കാം. ഈ ഒരു പാൽപ്പായസം കുക്കറിൽ തയ്യാറാക്കുമ്പോൾ ഒരു തരി പോലും അരിയുടെ അളവ് കൂടി പോവരുത്. പഞ്ചസാര കൂടി ചേർത്തിട്ട് വീണ്ടും നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു പാൽപ്പായസത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നെയ്യോ അണ്ടിപ്പരിപ്പോ ഏലക്കയോ അങ്ങനെയുള്ള ഒന്നും തന്നെ വേണ്ട. അമ്പലപ്പുഴ ഭഗവാന്റെ നടയിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു ടേസ്റ്റ് ആണ് ഈ ഒരു പാൽപ്പായസത്തിനും. അങ്ങനെ നമ്മുടെ പാൽ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കണം. കൂടെ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി കൂടെ ചേർക്കാം. അരിയും ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുക്കർ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. കുക്കർ മൂടി വെച്ച് കൊടുക്കുമ്പോൾ ഇതിന്റെ വാഷറൊക്കെ നല്ല കറക്റ്റ് ആയിട്ടുള്ളതായിരിക്കണം. നല്ലവണ്ണം ഏറെ പുറത്തേക്ക് പോകുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെയിറ്റ് കൂടെ ഇട്ട് കൊടുക്കണം. വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം സിമ്മിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഒരു അരമണിക്കൂർ നേരത്തേക്ക് കുക്കർ ഇതുപോലെ തന്നെ അനക്കാതെ വെച്ച് കൊടുക്കാം. ഈ അരമണിക്കൂർ കൊണ്ട് നമ്മുടെ കുക്കറിൽ നിന്നും ഏറെല്ലാം പുറത്തേക്ക് വരാനൊക്കെ സാധ്യത കൂടുതലാണ്. അതൊന്നും നമുക്ക് ഈ പായസത്തിനെ ബാധിക്കുന്ന കാര്യവുമല്ല. അരമണിക്കൂർ കൊണ്ട് നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം അരമണിക്കൂറും കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കുക്കർ ഒന്ന് തുറക്കാനും പോകുന്നത്. ഇപ്പോൾ നമ്മുടെ കുക്കർ നല്ലതുപോലെ ഒന്ന് തണുത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി മൂടി തുറന്ന് നോക്കുവാണ്. അങ്ങനെ അരമണിക്കൂർ കൊണ്ട് നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പിങ്ക് കളറിലാണ് ഈ ഒരു പായസം ഇരിക്കുന്നതും. അമ്പലപ്പുഴ ഭഗവാന്റെ നടയിൽ നിന്ന് കിട്ടുന്ന അത്രയും സ്വാദില്ലെങ്കിലും അരമണിക്കൂർ കൊണ്ട് നല്ലൊരു പാൽപ്പായസം തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. മെനു താത്ത എങ്ങനെയുണ്ട് പായസം? കൊള്ളാമോ? മധുരമൊക്കെ ഉണ്ടോ? എങ്ങനെയുണ്ട് പായസം? നല്ലതാണ്.